വാർത്തയിലേക്ക് മടങ്ങി വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമിച്ച ശ്യാം പ്രകാശിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT ചോദ്യം ചെയ്തയാളുടെ നിയമനം തിരുത്തണമെന്ന് ദേവസ്വം മന്ത്രി K മുരളീധരൻ ബോർഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. കൊട്ടാരക്കര അസിസ്റ്റന്റ് ഓഡിറ്ററായാണ് ശ്യാം പ്രകാശിന്റെ പുതിയ നിയമനം. വിവരങ്ങളുമായി ചന്തു ആണ് ചെയ്യുന്നത്. ചന്തു, ഈ ദേവസ്വം ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും തമ്മിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ പുതിയ തിരുത്തലുകൾ വരുന്നത്. ആർക്കൊക്കെയാണ് സ്ഥാനക്കയറ്റം, ആർക്കൊക്കെയാണ് സ്ഥാനമാറ്റം? ദേവസ്വം ബോർഡ് AO നിയമനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ദേവസ്വം ബോർഡ് യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് ഇത്തരത്തിൽ തീരുമാനം ഉണ്ടായത്. 20 പേരെ നേരത്തെ ഇറക്കിയ ഉത്തരവ് ഭേദഗതിയുടെ നിയമനം മാറ്റി നിശ്ചയിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ ശ്യാം പ്രകാശിന്റെ നിയമനമാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായാണ് നേരത്തെ ശ്യാം പ്രകാശിനെ നിയമിച്ചത്. അദ്ദേഹം നേരത്തെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി നിയമിച്ചത് ശരിയല്ല എന്ന നിലപാടായിരുന്നു ദേവസ്വം മന്ത്രി K മുരളീധരൻ സ്വീകരിച്ചിരുന്നത്. കാരണം ഈ സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ ബോർഡിനും അതിൽ പങ്കുണ്ടോ എന്ന് സംശയിക്കുന്നതിന് ഇടയാക്കുമെന്ന് K മുരളീധരൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ പരിശോധിക്കാനെന്ന് അടിയന്തര ദേവസ്വം ബോർഡ് യോഗം ചേർന്നത്. മാത്രമല്ല, നിരവധി പരാതികൾ ഈ പട്ടിക സംബന്ധിച്ച് മാരുടെ പട്ടിക സംബന്ധിച്ച് ഉയർന്നു വന്നിരുന്നു. അതിൽ പരാതികൾ ഇന്ന് എഴുതി നൽകാനും ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പരാതികൾ പരിഗണിച്ച ശേഷമാണ് 20 ഭേദഗതി വരുത്തിയിരിക്കുന്നത്. അതിൽ ശ്യാം പ്രകാശിന്റെ മാറ്റമാണ് ഏറ്റവും പ്രധാനം. നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ആരോപണവും ഇപ്പോൾ ശ്യാം പ്രകാശിന്റെ പേരിൽ ഇല്ല. വിജിലൻസ് ക്ലിയറൻസിന്റെ അടിസ്ഥാനത്തിലാണ് ശ്യാം പ്രകാശിനെ നിയമിച്ചതെന്നായിരുന്നു. പക്ഷേ ദേവസ്വം മന്ത്രിയുടെ ഒരു നിർദ്ദേശം ഇതിൽ വന്ന സാഹചര്യത്തിൽ ആ തീരുമാനത്തിൽ നിന്നും ദേവസ്വം ബോർഡ് ഇപ്പോൾ പിന്നോട്ട് പോയിരിക്കുകയാണ്. എന്തായാലും പട്ടികയിൽ നിന്നും ശ്യാം പ്രകാശിനെ ഒഴിവാക്കിയിട്ടില്ല. പക്ഷേ ശ്യാം പ്രകാശിനെ അഡ്മിനിസ്ട്രേറ്റർ ഓഫീസറായി നിയമിച്ച തീരുമാനത്തിൽ നിന്നും ദേവസ്വം ബോർഡ് പിന്നോട്ട് പോയിരിക്കുന്നു. പുതിയ നിയമനം ആണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തെ കൊട്ടാരക്കര അസിസ്റ്റന്റ് ഓഡിറ്ററായാണ് ഇപ്പോൾ നിയമിച്ച് പുതിയ ഉത്തരവ് ദേവസ്വം ബോർഡ് ഇറക്കിയിരിക്കുന്നത്. ദേവസ്വം മന്ത്രിയുടെ അഭിപ്രായം ദേവസ്വം ബോർഡ് മാനിച്ചു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാകാൻ. ചന്തു ചന്ദ്രശേഖരാണ് വിവരങ്ങൾ നൽകിയത്.